എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് വാർഷികകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ എന്നിവ പോലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവരും കൂടാതെ സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടുകൂടി പെൻഷൻ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്നവരും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സന്തോഷകരമായിട്ടുള്ള നടപടികളാണ് എത്തിച്ചേരുവാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. സാമ്പത്തിക പ്രതിസന്ധി മൂലം തുടർച്ചയായിട്ട് ക്ഷേമ പെൻഷനുകൾ മുടങ്ങി കുടിശ്ശിക ആയതിന് സർക്കാരിന് വ്യാപക വിമർശനം കേൾക്കേണ്ടി വന്നിരുന്നു. എന്നാൽ ഒരു വർഷമായി മുടക്കമില്ലാതെ എല്ലാ മാസവും സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണം നടത്തിയിരുന്നു. മാത്രവുമല്ല, കുടിശ്ശികയായിരുന്ന 5 മാസത്തെ പെൻഷൻ തുകയിൽ 4 മാസത്തെയും വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു. ഇനി ഒരു ഗഡു കുടിശ്ശിക മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ ഒരു ഗഡു കുടിശ്ശിക പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അത് പ്രമാണിച്ച് അടുത്ത മാസം വിതരണം ചെയ്യുമെന്നും സൂചനകൾ വരുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി അടുത്ത മാസവും ക്ഷേമ പെൻഷൻ തുകയായിട്ട് വീണ്ടും 3200 രൂപ വീതം തന്നെ എത്തിച്ചേരുവാനുള്ള സാധ്യതയുണ്ട്. ഈ സെപ്റ്റംബർ മാസത്തിൽ ഒരു മാസത്തെ പെൻഷൻ തുകയായിട്ടുള്ള 1600 രൂപ തന്നെയാണ് എത്തിച്ചേരുന്നതെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. മാത്രവുമല്ല, ഈ ഒരു മാസം അവസാനമോ അടുത്ത മാസം ആദ്യമോ അടുപ്പിച്ച് നിലവിൽ നൽകിക്കൊണ്ടിരുന്ന ക്ഷേമ പെൻഷൻ തുകയായിട്ടുള്ള 1600 രൂപയിൽ ഒരു വർധനവിൻ്റെ പ്രഖ്യാപനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വന്നു ചേരുമെന്നാണ് അറിയുന്നത്. 2031 കേരളം എങ്ങനെയായിരിക്കണമെന്നും പ്രധാന മേഖലകളിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകണമെന്നും എന്നതിനെക്കുറിച്ചുള്ള ആശയങ്ങൾ ശേഖരിക്കുന്നതിന് എല്ലാ ജില്ലകളിലും മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അടുത്ത ഒക്ടോബർ മാസത്തിൽ സെമിനാറുകൾ സംഘടിപ്പിക്കുകയാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ജില്ല വരെ മുഴുവൻ ജില്ലകളിലായിട്ട് മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിമാരുടെയും നേതൃത്വത്തിൽ 33 സെമിനാറുകളാണ് സംഘടിപ്പിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ ജനകീയ പിന്തുണയ്ക്കായിട്ട് ക്ഷേമ പെൻഷൻ തുക വർധനവ് ഉണ്ടാകുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. നിലവിലെ മാസം 1600 എന്ന ക്ഷേമ പെൻഷൻ തുക 2500 രൂപയിലേക്ക് വർദ്ധിപ്പിക്കുമെന്നായിരുന്നു ഈ സർക്കാരിൻ്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്ന്. അതോടൊപ്പം തന്നെ എന്നാൽ സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ പേര് പറഞ്ഞ് കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ 1 രൂപയുടെ പോലും വർധനവ് ധനമന്ത്രി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ ഇനി 2 തവണയായിട്ട് നിലവിലെ ക്ഷേമ പെൻഷൻ വർധനവ് വരുമെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇനി 8 മാസം കൂടിയാണ് സർക്കാരിന് കാലാവധി പൂർത്തിയാക്കുവാൻ അവശേഷിക്കുന്നത്. നിലവിലെ 2025 വർഷത്തെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള മസ്റ്ററിംഗ് പൂർത്തീകരിച്ച് അർഹരായിട്ടുള്ള ഗുണഭോക്താക്കളുടെ പെൻഷൻ പട്ടിക അനുസരിച്ചായിരിക്കും വരും മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ്റെ വിതരണം നടക്കുന്നത്. നിലവിലെ പെൻഷൻ തുകയിൽ ആദ്യഘട്ടമായിട്ട് നിശ്ചിത തുകയുടെ വർധനവായിരിക്കും പ്രഖ്യാപിക്കുന്നത്. തദ്ദേശീയ തിരഞ്ഞെടുപ്പിന് മുൻപായിട്ട് 1600 രൂപയിൽ നിന്നും 1700 രൂപയായി വർദ്ധിപ്പിച്ച് കൊണ്ടുള്ള ഉത്തരവായിരിക്കും പുറത്തിറങ്ങുമെന്നാണ് കരുതുന്നത്. തുടർന്ന് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ വീണ്ടും ഒരു 100 രൂപയുടെ കൂടി വർധനവ് കൂടി ക്ഷേമ പെൻഷനിൽ പ്രഖ്യാപിക്കുന്നതോടുകൂടി മാസം ലഭിക്കുന്ന ക്ഷേമ പെൻഷൻ തുക 1800 രൂപ ആകുന്നതാണ്. നിലവിലെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുകൊണ്ടാണ് ധനകാര്യ വകുപ്പ് ഇത്തരത്തിലുള്ള ഒരു ക്ഷേമ പെൻഷൻ തുക വർധനവിനായിട്ട് ആസൂത്രണ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ഇനി രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ തുക വർദ്ധിപ്പിക്കണമെന്ന് സർക്കാരിൻ്റെ സമ്മർദ്ദം വന്നാൽ തുക ഇതിലും കൂടുതൽ വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.